ചില മനുഷ്യർ അങ്ങനെയാണ്. അവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയിട്ടുണ്ടാകും. മാസങ്ങളോ വർഷങ്ങളോ അവരുമായി യാതൊരു ബന്ധവും ഉണ്ടായിട്ടുണ്ടാകില്ല. അവർ നമ്മളെ വിളിക്കാറില്ല, മെസ്സേജ് അയക്കാറില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് അവർ മാത്രം നമ്മുടെ ചിന്തകളിൽ നിന്ന് വിട്ടുപോകാത്തത്? നിങ്ങൾ എപ്പോഴെങ്കിലും ഈ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ടോ? രാവിലെ ഉറക്കമുണരുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് അവരുടെ മുഖമായിരിക്കും. ഒരു ദിവസം മുഴുവൻ തിരക്കുകളിൽ മുഴുകുമ്പോഴും പെട്ടെന്ന് നിശബ്ദമായ ഒരു നിമിഷം വരുമ്പോൾ അവർ മനസ്സിലേക്ക് ഓടിയെത്തും. ഒരു പാട്ട് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഗന്ധം അനുഭവപ്പെടുമ്പോൾ അവരിലേക്ക് മനസ്സ് തിരിച്ചുപോകും. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അവരുടെ ശബ്ദമോ ചിന്തയോ നിങ്ങളെ അസ്വസ്ഥമാക്കും. ഇത് നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കിയേക്കാം. എന്തിനാണ് ഞാൻ അവരെക്കുറിച്ച് ഇത്രയധികം ചിന്തിക്കുന്നത്? അവർക്കെന്നെ ഓർമ്മ പോലും ഉണ്ടാകില്ലല്ലോ എന്ന് നിങ്ങൾ സ്വയം ചോദിച്ചേക്കാം. എന്നാൽ ഓർക്കുക, ഇത് വെറുമൊരു യാദൃച്ഛികതയല്ല. ഈ നിശബ്ദതയ്ക്കും ഒരർത്ഥമുണ്ട്. ഭൗതികമായി നിങ്ങൾ തമ്മിൽ അകന്നിരിക്കുമ്പോഴും എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയം അവരെ ജീവനോടെ നിലനിർത്തുന്നത്? നമുക്ക് ഇതിന്റെ പിന്നിലെ രഹസ്യങ്ങൾ പരിശോധിക്കാം. മനുഷ്യ മനസ്സ് എന്നത് വിചിത്രമായൊരു സംഗതിയാണ്. നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാവരെയും നമ്മൾ ഓർമ്മിക്കാറില്ല. എന്നാൽ നമ്മുടെ വികാരങ്ങളെ ആഴത്തിൽ സ്പർശിച്ചവർ നമ്മുടെ മനസ്സിൽ ഒരു മുദ്ര പതിപ്പിക്കുന്നു. അവർ നൽകിയ സ്നേഹമോ സന്തോഷമോ അല്ലെങ്കിൽ അവർ തന്ന വലിയൊരു മുറിവോ ആകാം അതിന് കാരണം. നമ്മുടെ തലച്ചോർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വൈകാരികമായ അനുഭവങ്ങളെ ദീർഘകാലം നിലനിർത്താനാണ്. ഒരാൾ നിങ്ങളെ എത്രത്തോളം സ്വാധീനിച്ചു എന്നതിന്റെ അടയാളമാണ് നിങ്ങളുടെ ഈ തുടർച്ചയായ ചിന്തകൾ. ആ ബന്ധം അവസാനിച്ചിട്ടുണ്ടാകാം, പക്ഷേ അവർ ഹൃദയത്തിൽ പതിപ്പിച്ച ഇമോഷണൽ ഫിംഗർ പ്രിന്റ് അവിടെ തന്നെയുണ്ട്. അത് മായ്ച്ചുകളയാൻ സമയമെടുക്കും. നിങ്ങളുടെ മനസ്സ് ആ ഓർമ്മകളിലൂടെ വീണ്ടും വീണ്ടും സഞ്ചരിക്കുന്നത് ആ വികാരങ്ങളെ ഒന്നുകൂടി മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ആശ്വസിക്കാനോ വേണ്ടിയാണ്. ചില ബന്ധങ്ങൾ പെട്ടെന്ന് അറ്റുപോകാറുണ്ട്. പറയാൻ കരുതിവെച്ച പല കാര്യങ്ങളും പറയാൻ സാധിക്കാതെ വരുന്നു. ചിലപ്പോൾ ഒരു യാത്ര പറച്ചിൽ പോലും ഉണ്ടായിട്ടുണ്ടാകില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മനസ്സ് ആ ബന്ധത്തെ അപൂർണമെന്ന് അടയാളപ്പെടുത്തുന്നു. യാഥാർത്ഥ്യത്തിൽ ആ ബന്ധം അവസാനിച്ചെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ആ കഥ ഇപ്പോഴും തുടരുകയാണ്. മനസ്സ് എപ്പോഴും ക്ലോഷർ അല്ലെങ്കിൽ ഒരു വ്യക്തത ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഞാനത് പറയണമായിരുന്നു എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ മനസ്സിനെ അവിടേക്ക് തന്നെ തിരികെ കൊണ്ടുപോകുന്നു. നിശബ്ദത ഈ ആഗ്രഹത്തെ വർദ്ധിപ്പിക്കുകയുള്ളൂ. ആ കഥ പൂർത്തിയാക്കാൻ മനസ്സ് നടത്തുന്ന ശ്രമമാണ് ഓരോ ചിന്തയും. ശാസ്ത്രം ഇതിനെ ഇൻറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നു. ആത്മീയത ഇതിനെ എനർജി കണക്ഷൻ എന്നും. ചിലപ്പോൾ നിങ്ങൾ ഒരാളെക്കുറിച്ച് തീവ്രമായി ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ ഒരു മെസ്സേജ് വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അവർക്കെന്തോ സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് മുൻകൂട്ടി തോന്നാറുണ്ടോ? ശാരീരികമായ അകലമുണ്ടെങ്കിലും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഊർജ്ജം തമ്മിൽ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടാകാം. അദൃശ്യമായ ഒരു നൂലിൽ കോർത്തതുപോലെ നിങ്ങൾ പരസ്പരം അറിയാതെ തന്നെ സംവദിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ മനസ്സ് അവരുടെ ഊർജ്ജത്തെ തിരിച്ചറിയുന്നതുകൊണ്ടാണ് ആശയവിനിമയം ഇല്ലാതിരുന്നിട്ടും അവർ നിങ്ങളുടെ ചിന്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. പലരും വിശ്വസിക്കുന്ന നിങ്ങൾ ഒരാളെ അമിതമായി ഓർക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർ നിങ്ങളെയും ഓർക്കുന്നുണ്ട് എന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചിന്തകൾ ആ വ്യക്തിയെക്കുറിച്ച് മാത്രമല്ല, നിങ്ങളെക്കുറിച്ചുകൂടിയാണ് പറയുന്നത് എന്നതാണ്. ആ വ്യക്തി ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിലെ ചില ആഗ്രഹങ്ങളുടെ പ്രതിഫലനമായിരിക്കാം. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഏകാന്തതയോ അല്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹമോ ആകാം ആ വ്യക്തിയിലൂടെ നിങ്ങളുടെ മനസ്സ് കാണിച്ചു തരുന്നത്. അവർ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നല്ല കാലഘട്ടത്തിന്റെ പ്രതീകമായിരിക്കാം. അതുകൊണ്ട് അവരെ ഓർക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ആ പഴയ സന്തോഷത്തെയാണ് തിരികെ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം എന്തിനുവേണ്ടിയാണ് ദാഹിക്കുന്നത് എന്ന് കാണിച്ചു തരുന്ന ഒരു കണ്ണാടിയാണ് ഈ ചിന്തകൾ. പ്രപഞ്ചത്തിന് അതിന്റേതായ ചില നിയമങ്ങളുണ്ട്. അതിലൊന്നാണ് ലോ ഓഫ് അട്രാക്ഷൻ. നിങ്ങൾ എന്തിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നുവോ അതിനെ നിങ്ങൾ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നു. നിങ്ങൾ ഒരാളെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുമ്പോൾ നിങ്ങൾ അവർക്കായി ഒരു പ്രത്യേക ഊർജ്ജം പുറപ്പെടുവിക്കുന്നു. ഈ ഊർജ്ജം ചിലപ്പോൾ അവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി തിരികെ കൊണ്ടുവന്നേക്കാം. ഒരു സ്വപ്നത്തിലൂടെയോ ഒരു യാദൃച്ഛിക കണ്ടുമുട്ടലിലൂടെയോ അവർ വീണ്ടും പ്രത്യക്ഷപ്പെട്ടേക്കാം. നിങ്ങളുടെ ചിന്തകൾ ഒരു കാന്തം പോലെ പ്രവർത്തിക്കുന്നു. വാക്കുകളില്ലാത്ത ഒരു മൗന സംഭാഷണമാണ് ഇവിടെ നടക്കുന്നത്. എല്ലാ മനുഷ്യരും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഓരോ കാരണങ്ങളുമായാണ്. ചിലർ നമുക്ക് സ്നേഹം തരാൻ വരുമ്പോൾ ചിലർ നമ്മെ പാഠങ്ങൾ പഠിപ്പിക്കാനാണ് വരുന്നത്. ഒരാൾ ചിന്തകളിൽ നിന്ന് പോകുന്നില്ലെങ്കിൽ അതിനർത്ഥം അവരിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട പാഠം ഇനിയും ബാക്കിയുണ്ടെന്നാണ്. ക്ഷമ, വിട്ടുകൊടുക്കൽ അല്ലെങ്കിൽ സ്വന്തം മൂല്യം തിരിച്ചറിയുക. ഇതിൽ ഏതെങ്കിലും ഒന്നാകാം ആ പാഠം. നിങ്ങളുടെ ആത്മാവിന്റെ വളർച്ചയ്ക്ക് ആ വ്യക്തി ഒരു നിമിത്തമായിരുന്നു. ആ പാഠം നിങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതുവരെ
നിങ്ങളുടെ മനസ്സ് അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ഇത് നിങ്ങളെ കൂടുതൽ കരുത്തുള്ളവരാക്കാൻ വേണ്ടിയുള്ള പ്രപഞ്ചത്തിന്റെ ഒരു രീതിയാണ്. പലപ്പോഴും നമ്മുടെ ബുദ്ധിയും ഹൃദയവും തമ്മിൽ ഒരു പോരാട്ടം നടക്കാറുണ്ട്. ബുദ്ധി പറയും, അവരെ മറന്നേക്കൂ, അവർ നിനക്ക് ചേർന്നതല്ല, അല്ലെങ്കിൽ അവർ നിന്നെ സ്നേഹിക്കുന്നില്ല. എന്നാൽ ഹൃദയം പറയും, അല്ല, എനിക്കിപ്പോഴും അവരെ വേണം. ഈ ആന്തരിക സംഘർഷമാണ് അവരെ നിങ്ങളുടെ ചിന്തകളിൽ ഒരു ഭാരമായി നിലനിർത്തുന്നത്. യാഥാർത്ഥ്യത്തിൽ ബന്ധമില്ലെങ്കിലും വൈകാരികമായ ആവശ്യം അവിടെത്തന്നെയുണ്ട്. ലോകത്തിനു മുന്നിൽ നിങ്ങൾ അവരെ മറന്നു എന്ന് അഭിനയിച്ചാലും ഉള്ളിന്റെ ഉള്ളിൽ ആ കനൽ കെടാതെ നിൽക്കുന്നു. ഇത്തരത്തിലുള്ള ചിന്തകൾ മാറ്റിയെടുക്കാനായി കുറച്ചു വഴികൾ പറഞ്ഞുതരാം. 1. സത്യസന്ധമായി ചിന്തിക്കുക. ആ വ്യക്തി നിങ്ങളിൽ എന്താണ് പ്രതിനിധീകരിക്കുന്നത്? സ്നേഹമോ അതോ പഴയൊരു വേദനയോ? ഇത് തിരിച്ചറിയുന്നത് ചിന്തകളുടെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കും. 2. എഴുതുക. അവരോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരു ഡയറിയിൽ എഴുതുക. അതവർക്ക് അയക്കണമെന്നില്ല, പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ ഭാരം ഇറക്കിവെക്കാൻ അത് സഹായിക്കും. 3. എതിർക്കാതിരിക്കുക. എനിക്ക് അവരെ ഓർക്കണ്ട എന്ന് നിർബന്ധം പിടിക്കുമ്പോൾ മനസ്സ് കൂടുതൽ അവരെ ഓർക്കും. പകരം ചിന്തകൾ വരുമ്പോൾ അവയെ വരാൻ അനുവദിക്കുക. എന്നിട്ട് സാവധാനം മനസ്സിനെ മറ്റൊന്നിലേക്ക് തിരിക്കുക. 4. സ്വയം സ്നേഹിക്കുക. നിങ്ങളെത്തന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ മറ്റൊരാൾക്കു വേണ്ടി നിങ്ങളുടെ മനസ്സ് കാത്തുനിൽക്കുന്നത് കുറയും. നിങ്ങളുടെ സ്വപ്നങ്ങളിലും വളർച്ചയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 5. കാലത്തിന് വിടുക. ചില മുറിവുകൾ ഉണങ്ങാൻ സമയമെടുക്കും. പ്രപഞ്ചത്തിന്റെ ടൈമിംഗിൽ വിശ്വസിക്കുക. ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാണെങ്കിൽ അവർ വരും. ഇല്ലെങ്കിൽ പുതിയ ആളുകളും അനുഭവങ്ങളും ആ സ്ഥാനത്തേക്ക് കടന്നുവരും. ചുരുക്കത്തിൽ, ഒരാൾ നിങ്ങളുടെ ചിന്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിന്റെ വലിപ്പമാണ് കാണിക്കുന്നത്. നിങ്ങൾ ആഴത്തിൽ സ്നേഹിക്കാൻ കഴിവുള്ള ഒരാളാണെന്നും മനുഷ്യബന്ധങ്ങൾക്ക് നിങ്ങൾ വലിയ വില നൽകുന്നുണ്ടെന്നും ഇത് തെളിയിക്കുന്നു. ആശയവിനിമയമില്ലാത്തപ്പോഴും ആ ബന്ധം നിങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് പ്രപഞ്ചം നൽകുന്ന ഒരു സൂചനയാണ്. നമ്മളെല്ലാവരും അദൃശ്യമായ നൂലുകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ. ആ ഓർമ്മകളെ ഭയപ്പെടാതെ അവയെ നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള ഇന്ധനമാക്കുക. സ്നേഹിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ആശ്വാസം നൽകിയെങ്കിൽ നിങ്ങളുടെ അനുഭവം താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.